ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാനഡയിൽ വന്നിട്ട് കുറേ നാളായെങ്കിലും ഇപ്പോഴും കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് കാനഡയിൽ. കനേഡിയൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും കനേഡിയൻ പൗരനായി മാറിയാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ബെനിഫിറ്റ്സ്, പിന്നെ ഇങ്ങനെ കനേഡിയൻ പൗരനാകാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്നിങ്ങനെ കനേഡിയൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. നിങ്ങൾ ആദ്യമായാണ് കനേഡിയൻ മലയാളി എന്ന എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടുവാനായി ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കനേഡിയൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ഈ കുഞ്ഞു വീഡിയോ ഞാൻ മെയിനായിട്ടും 5 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സെക്ഷനിൽ PR-ഉം സിറ്റിസൺഷിപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ്. അടുത്ത സെക്ഷനിൽ കനേഡിയൻ സിറ്റിസണായ കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ്. മൂന്നാം സെക്ഷനിൽ എലിജിബിലിറ്റി ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പ്. പിന്നെ അടുത്ത സെക്ഷനിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വരുത്താറുള്ള കോമൺ മിസ്റ്റേക്സ്, പിന്നെ കുറച്ച് ടിപ്സ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് PR-ഉം സിറ്റിസൺഷിപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളൊരു PR ഹോൾഡർ ആണെങ്കിൽ കാനഡയിൽ ജീവിക്കുന്നതിനോ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനോ ഒന്നും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷേ അപ്പോഴും നിങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ പൗരന് കിട്ടുന്ന കുറച്ച് അവകാശങ്ങൾ നിങ്ങൾക്ക് PR ആണെങ്കിൽ ലഭിക്കത്തില്ല. അങ്ങനെ PR ആയിട്ട് നിങ്ങൾ കാനഡയിൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു വോട്ടിംഗ് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ടായിരിക്കത്തില്ല. നിങ്ങളിപ്പോൾ PR സ്റ്റാറ്റസിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റെസിഡൻസി ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതുമല്ല, നിങ്ങളേതെങ്കിലും ഒരു സീരിയസ് ക്രൈം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ PR നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഒരു PR ഹോൾഡറിൻ്റെ റെസിഡൻഷ്യൽ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു PR ഹോൾഡർ ആണെങ്കിൽ നിങ്ങളുടെ PR സ്റ്റാറ്റസ് ഓരോ 5 കൊല്ലം കൂടുമ്പോഴും അത് റിന്യൂ ചെയ്യണം. അങ്ങനെ റിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിൽ 2 കൊല്ലമെങ്കിലും അല്ലെങ്കിൽ 730 ദിവസം, കഴിഞ്ഞ 5 കൊല്ലത്തിൽ 2 കൊല്ലമെങ്കിലും കാനഡയിൽ ഫിസിക്കലി ഉണ്ടായിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളൊരു സിറ്റിസൺ ആണെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് റിന്യൂ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതൊരു പെർമനൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. നിങ്ങൾ കാനഡയിൽ ഇല്ലെങ്കിൽ പോലും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് PR-ഉം സിറ്റിസൺഷിപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഒരു കനേഡിയൻ പൗരനായി മാറിക്കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഞാൻ ഈ സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാനഡയിൽ ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളിപ്പോൾ വർക്ക് പെർമിറ്റ് ആണെങ്കിലും PR ആണെങ്കിലും അല്ലെങ്കിൽ സിറ്റിസൺ ആണെങ്കിലും എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒരേ രീതിയിലുള്ള ബെനിഫിറ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു സിറ്റിസണായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സെയിം ബെനിഫിറ്റ്സ് മാത്രമാണ് അത് കഴിഞ്ഞ് കിട്ടുള്ളൂ. എന്നാൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലാത്ത മറ്റു പല ബെനിഫിറ്റ്സും നിങ്ങളൊരു കനേഡിയൻ പൗരനായി നിങ്ങൾക്ക് കിട്ടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പിന്നെ റിന്യൂ ചെയ്ത് നടക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു PR ഹോൾഡർ ആണെങ്കിൽ അത് എല്ലാ 5 കൊല്ലം കൂടുമ്പോൾ റിന്യൂ ചെയ്യണം. പക്ഷേ നിങ്ങളൊരു സിറ്റിസണായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ് ആണ്. അത് പിന്നെ റിന്യൂ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സിറ്റിസണായി മാറുന്നതോടുകൂടി നമുക്ക് കുറച്ച് പൊളിറ്റിക്കൽ റൈറ്റ്സ് കിട്ടും. നമ്മൾ സിറ്റിസണായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാനഡയിൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനും നമുക്ക് പറ്റും. ഇനി മൂന്നാമതായിട്ട് ഒരു കനേഡിയൻ പൗരന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രോങ്ങർ ട്രാവൽ പ്രിവിലേജസ് ആണ്. നമ്മളൊരു കനേഡിയൻ പൗരനായി മാറുന്നതോടുകൂടി നമുക്ക് കനേഡിയൻ പാസ്പോർട്ട് കിട്ടും. പാസ്പോർട്ട് ഇൻഡെക്സ് .org കണക്ക് പ്രകാരം കനേഡിയൻ പാസ്പോർട്ടിന് 7ാം സ്ഥാനമാണുള്ളത്. നിങ്ങൾ ഒരു കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ 124 രാജ്യങ്ങൾ വിസ ഫ്രീ ആയിട്ടും 48 രാജ്യങ്ങൾ വിസ ഓൺ അറൈവലുമായിട്ട് മുഴുവൻ 172 രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. ഈ കണക്കുകൾ കൊണ്ട് US പാസ്പോർട്ടിനേക്കാൾ സ്ട്രോങ് ആണ് കനേഡിയൻ പാസ്പോർട്ട്. നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കനേഡിയൻ പാസ്പോർട്ട് കയ്യിലുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇനി നാലാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു കനേഡിയൻ പൗരനാവുന്നതോടുകൂടി നിങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യതകൾ കിട്ടും. കാനഡയിലെ ചില ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്, അതായത് സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ ആവശ്യമായിട്ടുള്ളത്. അങ്ങനത്തെ ചില ഗവൺമെൻറ് ജോബ്സ് സിറ്റിസൺസിന് വേണ്ടി മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. അങ്ങനെ നിങ്ങൾ വൺസ് സിറ്റിസൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ജോലികൾക്ക് കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റൊരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ PR ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ PR നഷ്ടപ്പെടാൻ വേണ്ടി ചെറിയൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ PR റിന്യൂ ചെയ്യാൻ വേണ്ടി ഫെയിൽ ആയാലോ അല്ലെങ്കിൽ ഒരു സീരിയസ് ക്രൈം ചെയ്താലോ നിങ്ങളുടെ PR അവർ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളെ നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത് വിടും. പക്ഷേ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഡോക്യുമെൻ്റ് ആണ്. വൺസ് നിങ്ങൾ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ നിങ്ങളെ നാട്ടിലേക്ക് ഒരിക്കലും അവർക്ക് ഡീപ്പോർട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല. കനേഡിയൻ പൗരനായി മാറുന്നതോടുകൂടി ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമെങ്കിലും നമുക്കിവിടെ വലിയൊരു നഷ്ടം സംഭവിക്കാൻ പോവുകയാണ്. വൺസ് നമ്മൾ കനേഡിയൻ പൗരനായി മാറുന്ന അതേ നിമിഷം നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് നഷ്ടപ്പെടും. ഇന്ത്യ ഒരിക്കലും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കനേഡിയൻ പൗരനായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ത്യയിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പേരൻസിനെയോ അല്ലെങ്കിൽ ഫാമിലിനെയോ ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിസ വേണ്ടി വരും.
വിസ വേണമെന്ന് മാത്രമല്ല, നമ്മൾ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ ഇന്ത്യയിലുള്ള പല അവകാശങ്ങളും നമുക്ക് നഷ്ടപ്പെടും. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നത്, അതും അല്ലെങ്കിൽ OCI കാർഡിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് സെക്ഷൻ 3ലേക്ക് പോകാം. ആരൊക്കെയാണ് കനേഡിയൻ സിറ്റിസൺഷിപ്പിന് എലിജിബിൾ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കാനഡയിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ വിദേശികളാണെങ്കിൽ പോലും ആ കുട്ടി കാനഡയിൽ ജനിക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടും. വിദേശ രാജ്യങ്ങളിൽ ജനിച്ച് മൈഗ്രേറ്റ് ചെയ്ത് കാനഡയിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അങ്ങനെ ഇമിഗ്രൻസ് ആയിട്ട് കാനഡയിലെത്തി സിറ്റിസൺഷിപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള റിക്വയർമെൻറ്റ്സ് ആണ് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കനേഡിയൻ പൗരത്വത്തിന് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കനേഡിയൻ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിരിക്കണം. ഇങ്ങനെ PR ആയാൽ മാത്രം പോരാ, കുറച്ച് റെസിഡൻസി റിക്വയർമെൻറ്റ്സ് കൂടെയുണ്ട്. PR ആയിട്ട് കാനഡയ്ക്ക് വന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 3 വർഷമെങ്കിലും, അതായത് 1905 ദിവസം കാനഡയിൽ ഫിസിക്കലി പ്രസൻ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതിനിടയ്ക്ക് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലോ USA അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ വിസിറ്റിന് പോയിട്ടുണ്ടെങ്കിലോ ആ ദിവസങ്ങൾ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ടോട്ടൽ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ ടെമ്പററി റെസിഡൻ്റ് ആയിട്ട് കാനഡയിൽ വന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ സ്റ്റുഡൻ്റായോ വർക്ക് പെർമിറ്റിലോ വിസിറ്റർ വിസയിലോ കാനഡയിൽ നിന്ന് ഓരോ ദിവസവും ഹാഫ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ സ്റ്റുഡൻ്റായിട്ടോ വർക്ക് പെർമിറ്റിലോ കാനഡയിൽ വന്നവർക്ക് PR കിട്ടി 2 വർഷം കഴിയുമ്പോഴേക്കും സിറ്റിസൺഷിപ്പിനുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാം. എല്ലാ വർഷവും കൃത്യമായി ടാക്സ് ഫയൽ ചെയ്യേണ്ടത് കാനഡയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ കഴിഞ്ഞ 3 വർഷം ടാക്സ് ഫയൽ ചെയ്തവർക്ക് മാത്രമാണ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തതായിട്ട് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. ഇതോർത്താരും പേടിക്കേണ്ട. കാനഡയിൽ ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ ഇമിഗ്രേഷൻ്റെ പാർട്ടായിട്ട് IELTS അല്ലെങ്കിൽ സെൽപിപ്പോ ഇതുപോലുള്ള ഏതെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. എക്സ്പയർ ആയാലും കുഴപ്പമില്ല, ഇതുപോലെയുള്ള IELTSൻ്റെ സെൽപിപ്പിൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് മതി. 18 വയസ്സിനും 54 വയസ്സിനും ഇടയിലുള്ള എല്ലാവരും ലാംഗ്വേജിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് കുട്ടികൾക്കും പ്രായമായവർക്കും ലാംഗ്വേജ് ടെസ്റ്റ് ആവശ്യമില്ല. ഇനി നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും IELTS സെൽപിപ്പോ അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു പല സിമ്പിൾ ഓപ്ഷൻസും ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇനി അടുത്തൊരു റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പൗരത്വം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ കനേഡിയൻ സിറ്റിസൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് കാനഡയുടെ ഹിസ്റ്ററി, ഗവൺമെൻറ് സിസ്റ്റം, പിന്നെ സിറ്റിസൺഷിപ്പിൻ്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കനേഡിയൻ സിറ്റിസൺഷിപ്പിനുള്ള ഈ ടെസ്റ്റിൽ 75% മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. എങ്ങനെയാണ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രോസസ്സിംഗ് ടൈം വെച്ച് എല്ലാം കൃത്യമായിട്ട് തെറ്റൊന്നും കൂടാതെ ചെയ്യുവാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് നമുക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കും. അപ്ലൈ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ റെസിഡൻസി കാൽക്കുലേറ്റർ ഉണ്ട്. ആ കാൽക്കുലേറ്ററിൽ കയറിയിട്ട് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഒന്നും കൂടെ ഡബിൾ ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ PR കിട്ടിയിട്ട് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ആകുമ്പോഴേക്കും ഓടിപ്പോയി ഒരിക്കലും സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യരുത്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ട്രാവൽ ഹിസ്റ്ററി ഒക്കെ കാണും. നമ്മളത് പെട്ടെന്ന് ചിലപ്പോൾ മറന്നുപോയതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മിസ്റ്റേക്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഓൺലൈൻ റെസിഡൻസി കാൽക്കുലേറ്ററിൽ കയറിയിട്ട് ഒന്നും കൂടെ ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് വയ്ക്കാനുള്ള ഒരു എലിജിബിലിറ്റി കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാമുള്ളൂ. റെസിഡൻസി കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. PR കാർഡിൻ്റെ കോപ്പി, ID, ലാംഗ്വേജ് പ്രൂഫ്, ടാക്സ് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ പ്രൂഫ്, അതുപോലെ പല ഡോക്യുമെൻറ്റ്സും നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റെഡിയാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോട്ടോയുടെ ആവശ്യമുണ്ട്. അതൊരിക്കലും നിങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കരുത്. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേപ്പിൾസിലോ ഓൾമാർട്ടിലോ പോയി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ കൊണ്ട് സിറ്റിസൺഷിപ്പിനുള്ള ഫോട്ടോ നമ്മൾ ചോദിച്ച് പറഞ്ഞു വാങ്ങിക്കുക. ഇനി മൂന്നാം സ്റ്റെപ്പിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോവാണ്. നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷനുണ്ട്. ഓൺലൈൻ ഓപ്ഷനുണ്ട്, പേപ്പർ ഓപ്ഷനുണ്ട്. എപ്പോഴും ഓൺലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതാണ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പ്രോസസ് ചെയ്യും. ഇനി നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അപ്ലൈ ഫോർ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. അതുമല്ലെങ്കിൽ പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. വൺസ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് 60 ദിവസമാണുള്ളത്. നമ്മൾ ഈ 60 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഈ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രിയേറ്റ് ആൻ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. അഡൽട്ടിന് വേണ്ടി ഒരു ഓപ്ഷനും മൈനേഴ്സിന് വേണ്ടി 2 ഓപ്ഷനും. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു അഡൽട്ടിൻ്റെ കൂടെ മൈനേഴ്സിന് വേണ്ടിയും ഈ പോർട്ടലിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അഡൽട്ടിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ അഡൽട്ടിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒന്നിൽ കൂടുതൽ അഡൽട്ട് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ട് ഈ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അഡൽട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ കാറ്റഗറീസും നമുക്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. നമ്മുടെ UCI നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരുവിധം വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടും. പിന്നെ നമ്മുടെ കോൺടാക്റ്റ് ഇൻഫോ എൻ്റർ ചെയ്യണം. നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഡിജിറ്റൽ ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷനിൽ അപ്ലോഡ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ 5 വർഷം എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ ആ അഡ്രസ്സ് മുഴുവൻ ഇവിടെ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ഈ സെക്ഷനിൽ നമ്മൾ എൻ്റർ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ക്രൈം ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് പ്രൊഹിബിഷൻസിൽ എൻ്റർ ചെയ്യണം. നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ പ്രൂഫ് എൻ്റർ ചെയ്യാനുള്ള സെക്ഷനാണിത്. ഇനി വരുന്ന സെക്ഷനിൽ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷനും എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മളൊരു ഓൺലൈൻ കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഇനി വരുന്ന സെക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ഓപ്ഷണൽ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് പേ ചെയ്യാൻ പോകാം. ഇവിടെ ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റിസൺഷിപ്പിനുള്ള ഫീസ് പേ ചെയ്യാം. അഡൽട്ടിന് $630 മൈനറിന് $100 ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നും കൂടെ റിവ്യൂ ചെയ്യാനും പിന്നെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഈ എല്ലാ കാറ്റഗറീസും കംപ്ലീറ്റ് ആയി എന്നുള്ളതിൻ്റെ ചെക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഹോം പേജിലേക്ക് ഒന്നുകൂടെ പോകാം. നമ്മുടെ വീട്ടിൽ മൈനേഴ്സ് ഉണ്ടെങ്കിൽ വീണ്ടും മൈനേഴ്സിന് വേണ്ടി ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മൈനർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ മൈനറിൻ്റെ എല്ലാ ഇൻഫർമേഷനും നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. ഇനിയും നമ്മുടെ വീട്ടിൽ അഡൽട്ട് ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവസാനം ആ അക്കൗണ്ട് ഈ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യേണ്ടി വരും. ഇനിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഇമെയിൽ വഴിയാണ്. അതുകൊണ്ട് നമ്മൾ റെഗുലറായിട്ട് ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 1-2 മാസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു ഇമെയിൽ വരും. നമ്മുടെ സിറ്റിസൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നോളജ് ടെസ്റ്റിനുള്ള ഇൻവിറ്റേഷനാണ്. ഈ ഇമെയിലിൻ്റെ അടിയിലൊരു PDF ഫയൽ കാണും. ഈ PDF ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അതിലുണ്ടാവും. 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. 75%, അതായത് 15 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഈ ടെസ്റ്റ് പാസ്സാവുള്ളൂ. ഈ ടെസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ആപ്പുകളുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഒരാഴ്ച കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ടെസ്റ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടെസ്റ്റ് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു ഓൺലൈൻ ടെസ്റ്റാണ്. യാതൊരുവിധ കള്ളത്തരങ്ങളോ ഒന്നും കാണിക്കാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിലേ ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. എനിക്കും ഇല്ലായിരുന്നു കേട്ടോ. അവർ കുറച്ച് റാൻഡമായിട്ട് കുറച്ച് ആപ്ലിക്കൻസിനെ പിക്ക് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ഇൻ്റർവ്യൂ കോൾ വരുള്ളൂ. ആപ്ലിക്കേഷൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ ഏകദേശം എത്തുവാണ്. എക്സാം കഴിഞ്ഞ് ഒരു 1-2 മാസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് മറ്റൊരു ഇമെയിൽ വരും. സിറ്റിസൺഷിപ്പ് സെറിമണിക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഈ ഇമെയിലുള്ളത്. നമ്മൾ സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ സെറിമണി നടക്കുന്ന ലൊക്കേഷൻ ഈ ഇമെയിൽ കാണും. നമ്മളവിടെ പോയിട്ട് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സെറിമണിയാണ് നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ കാനഡയിലെ ഏതെങ്കിലും ചെറിയ ടൗണിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് സെറിമണി ഓൺലൈൻ ആയിരിക്കും. അതായത് ഈ സിറ്റിസൺഷിപ്പ് സെറിമണിയിൽ ഒരു ഓത്ത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഒഫീഷ്യലായിട്ട് കാനേഡിയൻ പൗരനായിട്ട് മാറും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ്, പിന്നെ പ്രൈം മിനിസ്റ്ററുടെയും ഇമിഗ്രേഷൻ മിനിസ്റ്ററുടെയും ഓരോ ലെറ്ററും. ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1-2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാനഡിയൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. തെറ്റ് വരുത്താതിരിക്കുകയും അവർ ഇമെയിൽ അയക്കുന്ന നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്താൽ ഒരു 5-6 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കും. എൻ്റെ കേസിൽ വെറും 4.5 മാസമാണ് എടുത്തത്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഈ സെക്ഷനിൽ ഞാൻ ആളുകൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്കുകളും പിന്നെ കുറച്ച് ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പോർട്ടൽ ഉണ്ടാവും. പക്ഷേ അതിനെ നമ്മൾ കാര്യമായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. എൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടും ആ പോർട്ടലിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇമെയിൽ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഇമെയിലിൽ കൂടി ആയിരിക്കും. നമ്മൾ അത് മിസ്സാവുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിലേ ആവും. രണ്ടാമതായിട്ട് ആൾക്കാർ വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് കാര്യമായിട്ട് എടുക്കത്തില്ല. മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഗസ് വർക്ക് ചെയ്ത് ജയിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അത്യാവശ്യം പാടുള്ള ടെസ്റ്റാണിത്. നമ്മൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഇത് ജയിക്കത്തില്ല. കുറേ ഇയേഴ്സും കുറേ ആളുകളുടെ പേരുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു 1-2 ആഴ്ച ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സാവുന്ന ടെസ്റ്റാണിത്. പിന്നെ മൂന്നാമതായിട്ട് ആളുകൾ വരുത്താൻ ചാൻസ് ഉള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും.
നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഒന്നും കൂടെ ഡബിൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു മൈനർ മിസ്റ്റേക്ക് അതിൻ്റെ അത് വരുത്തുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിലേ ആവും. പിന്നെ ഒരു ഫൈനൽ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അവർ പ്രോസസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കനേഡിയൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കനേഡിയൻ മലയാളി എന്നുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിനെക്കുറിച്ചും OCI കാർഡിന് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.